ഇതുവരെ നമുക്ക് അനുഗ്രഹിക്കപ്പെട്ടതായിരിക്കുന്ന ദൈവവചനം നൽകി തന്നതായിരിക്കുന്ന കർത്താവിൻ്റെ ശ്രേഷ്ഠദാസൻ പ്രിയ ദൈവദാസൻ ഇന്ന് നമുക്ക് ഏറ്റവും അനുഗ്രഹപ്രദമായിരിക്കുന്ന ഒരു ആലോചന വെളിപ്പാട് പുസ്തകം നൽകി തരുവാനിടയായി. വിശേഷാൽ സ്തോത്രം. പ്രിയ ദൈവദാസനെ ദൈവസഭയ്ക്ക് പരിചയപ്പെടുത്തുവാനിടയായത് നമ്മുടെ ഓട്ടംപുറ കൂടിയായിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ PJ ജോസഫാണ്. അദ്ദേഹം പറഞ്ഞതനുസരിച്ച് സ്തോത്രം നമ്മൾ പ്രാസംഗികരെ സെലക്ട് ചെയ്തതിന് ശേഷമാണ് പറയുവാനായിട്ടിടയിൽ നല്ല ആദ്യം ഒരു ദിവസം അദ്ദേഹത്തിന് ദൈവവചനം ശുശ്രൂഷിക്കാനുള്ള സമയം നമുക്ക് വിഭജിച്ച് കൊടുക്കുവാനായിട്ട് കഴിയുമായിരുന്നു. എങ്കിലും ഇന്ന് ഈ നമ്മുടെ സമയത്ത് സഭായോഗത്തിൻ്റെ നടുവിൽ അനുഗ്രഹീത പ്രഭാഷണം നടത്തിയ പ്രിയപ്പെട്ട കർത്താവിൻ്റെ ശ്രേഷ്ഠദാസനോടും അദ്ദേഹത്തിൻ്റെ കുടുംബത്തോടുള്ളായിരിക്കുന്ന പ്രത്യേക നന്ദി ഈ സമയം ഞാൻ ഓർമ്മപ്പെടുത്തി അറിയിക്കുകയാണ്. ഹല്ലേലൂയ. വീണ്ടും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യവും ഹല്ലേലൂയ ശുശ്രൂഷയും നമുക്ക് പ്രയോജനപ്രദമായി തീരുമെന്ന് ഞാൻ കർത്താവിൽ പ്രതീക്ഷിക്കുന്നു. സ്തോത്രം. ഈ പകൽക്കാലം സ്തോത്രം ഞാൻ എഴുന്നേറ്റത് പ്രസംഗിക്കുവാനൊന്നുമല്ല, സ്തോത്രം ഒന്ന് രണ്ട് കാര്യം ദൈവത്തോടെ ഓർമ്മപ്പെടുത്തി ഈ മഹനീയമായ ശുശ്രൂഷയിൽ പ്രവേശിക്കുവാൻ വേണ്ടിയാണ്. അതിനുവേണ്ടി ഒരുക്കത്തോടെയാണ് ഇന്ന് പകൽക്കാലം എല്ലാവരും കടന്നു വന്നിരിക്കുന്നത്. സ്തോത്രം. നമ്മളുടെ ഈ മഹായോഗം ഇന്ന് പകൽക്കാലം കൊണ്ട് പര്യവസാനിക്കുകയാണ്. അതുകൊണ്ട് അല്പം സമയം മുൻപോട്ട് കടന്നു പോയാലും നിങ്ങൾ അതിൽ പ്രയാസപ്പെടാതെ എല്ലാവരും ഒരുമിച്ച് സഹകരണത്തോടെ സന്തോഷത്തോടെ അത് ഈ ശുശ്രൂഷയിൽ ഭാഗമാക്കാൻ ചേർന്ന് മടങ്ങുവാൻ നിങ്ങൾ പ്രതീക്ഷയോടെ ഇരിക്കണമെന്ന് ഞാൻ ദൈവനാമത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. സ്തോത്രം. കർത്താവിന്റെ ദാസൻ വളരെ വിലപ്പെട്ടതായിരിക്കുന്ന ആലോചന ഇവിടെ നമുക്ക് പകർന്നു തരുവാനിടയായി. ഉൽപ്പത്തി പുസ്തകവും വെളിപ്പാട് പുസ്തകവും തമ്മിൽ താരതമ്യം ചെയ്തുകൊണ്ട് കാരണം ഒരു പഠനം തന്നെ നമുക്ക് ലഭിക്കുവാനായിട്ടിടയായി തോന്നുന്നു. സ്തോത്രം. എന്നാൽ ഈ പകൽക്കാലം ഞാൻ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത് ഇവിടെ വെക്കപ്പെട്ടതായിരിക്കുന്ന ഈ തിരുമേശയെക്കുറിച്ച് ഒന്ന് രണ്ട് കാര്യം പറയുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. കർത്താവിന്റെ ദാസൻ നമ്മുടെ മർക്കോസ് പാസ്റ്റർ എഴുന്നേറ്റ് 4 അറ്റാക്ക് കഴിഞ്ഞു, എന്നിട്ട് ഞാൻ ഇനി ഒരു അഞ്ചാമത്തെ അറ്റാക്കിന് വേണ്ടി കാത്തിരിക്കുകയാണ് എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വളരെ രസകരവും സ്തോത്രം അപ്പോൾ തന്നെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനിടയായി തോന്നുന്നു. കാരണം ഞാനും പല പ്രാവശ്യം അറ്റാക്കിന് വിധേയപ്പെട്ട് പ്രത്യേകിച്ച് പ്ലാസ്റ്ററൊക്കെ കഴിഞ്ഞതാണ്. എന്നിട്ടും കഴുകി കൺവെൻഷൻ്റെ പ്രാരംഭ ദിന മീറ്റിങ്ങുകളൊക്കെ ഞങ്ങൾ കൂടുന്ന സമയത്ത് ഞാൻ ഇന്ന് ഓർക്കുകയാണ്. കൂടുന്ന സമയത്ത് ഇവിടെ രാത്രി തലേദിവസം മീറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം പകർത്തെ മീറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം ഞാൻ രാത്രിയിൽ ഇവിടുന്ന് ഏലപ്പാറ വഴി കട്ടപ്പനയ്ക്ക് പോയി അവിടെ ചെന്ന് പിറ്റേ ദിവസം അവിടെ ഒരു മീറ്റിംഗിൽ സംബന്ധിച്ച് വീണ്ടും ഞാൻ അവിടുന്ന് മടങ്ങി തൊടുപുഴ വരുമ്പോൾ ഉറക്കത്തിൻ്റെ ക്ഷീണം കൊണ്ട് വളരെ പ്രയാസപ്പെട്ടു. വീണ്ടും രാത്രി ഇവിടെ മീറ്റിംഗ് ക്രമീകരിച്ചിട്ടുണ്ട്. ഞാൻ അവിടുന്ന് വാഹനം ഓടിച്ച് രാത്രിയിൽ വരുന്ന സമയത്ത് സ്വന്തം കരിക്കുന്നതിനടുത്ത് വരുമ്പോൾ വണ്ടി ഞാൻ ഇറങ്ങിപ്പോയി വാഹനം ചെന്ന് ഇടിക്കുവാനായിട്ട് കഴിയുന്നു. സ്തോത്രം. ഞാൻ പെട്ടെന്ന് കണ്ണു തെളിക്കുന്ന സമയത്ത് ഈ റോഡ് സൈഡിലൂടെ റിഫ്ലക്ടർ വിറ്റിരിക്കുന്നതായിരിക്കുന്ന ഈ ഇരുമ്പ് തണ്ട് പിടിച്ചു നിർത്താണ് വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത്. പെട്ടെന്ന് വണ്ടി ചവിട്ടി നിർത്തി ആൾക്കാരുടെ ഓടിക്കൂടി. സ്തോത്രം. ഞാൻ ഓർത്തു പോവുകയാണ്, ഒരു അല്പം കൂടി കഴിഞ്ഞാൽ മാറിയാൽ അത് വലിയ കൂടക്കരത്തേക്ക് മാറി. അല്പം ഒരു 2 അടി കൂടി മുൻപോട്ട് ചെന്നാൽ വലിയ മരത്തിലിരിക്കും. സ്തോത്രം. ഇത് രണ്ടും സംഭവിക്കാതെ കർത്താവ് എന്നെ അത്ഭുതമായി വിളിച്ചു. ഇല്ലായിരുന്നുവെങ്കിൽ ഇന്ന് പകൽ നിങ്ങളോടൊപ്പം ഇവിടെ ആയിരിക്കാൻ എനിക്ക് കഴിയില്ലായിരുന്നു. സ്തോത്രം. ഇതെല്ലാം ഓർത്തപ്പോൾ വളരെ സന്തോഷം എനിക്ക് തോന്നുവാനിടയിൽ. എങ്കിലും വേഗത്തിൽ മടങ്ങി വരട്ടെ. സ്തോത്രം. ഇന്ന് പകൽക്കാലം നമുക്ക് ഇവിടെ നൽകപ്പെട്ടതായിരിക്കുന്ന ഈ മഹനീയമായ ശുശ്രൂഷ എന്ന് പറയുന്നത് സ്തോത്രം ഇതാണ്. സ്തോത്രം. നമ്മളെ രക്ഷയിലേക്കും പ്രത്യാശയിലേക്കും എല്ലാം നടത്തുവാൻ കാരണമായി തീർന്നിരിക്കുന്നത്. ഇവിടെ വെക്കപ്പെട്ടതായിരിക്കുന്ന ഈ ശുശ്രൂഷ എന്ന് പറയുന്നത് നമ്മുടെ കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവിന്റെ ബലിമരണത്തെ പ്രകീർത്തിക്കുന്നതാണ്. സ്തോത്രം. ഹല്ലേലൂയ. ഒന്നുകൂടി പറഞ്ഞ് ഞാൻ ഷോർട്ടായിട്ട് പറഞ്ഞ് അവസാനിപ്പിക്കാം. സ്തോത്രം. ഉൽപ്പത്തി പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ കർത്താവിന്റെ ദാസൻ ഉൽപ്പത്തി പുസ്തകത്തിൽ ഹല്ലേലൂയ അത് പാപം പ്രവേശിച്ചതും മരണം സംഭവിച്ചതും എല്ലാം വിശദമായി സംസാരിച്ചു. എന്നാൽ ഉൽപ്പത്തി പുസ്തകത്തിൽ സ്തോത്രം മനുഷ്യൻ പാപം ചെയ്ത് ദൈവതേജസ്സ് നഷ്ടപ്പെടുത്തി ദൈവത്തിൽ നിന്ന് അകലപ്പെട്ടു പോയപ്പോൾ ദൈവം മനുഷ്യനോട് പറഞ്ഞൊരു വാക്കുണ്ട്. സ്തോത്രം. അവൻ പാപം ചെയ്ത് സ്തോത്രം ദൈവതേജസ്സ് നഷ്ടപ്പെടുത്തിയിരിക്കുന്നത് കൊണ്ട് അവനെ ഏദനിൽ നിന്നും പുറത്താക്കി കിഴക്ക് കെരൂബുകളെ തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന വാളിന്റെ ജ്വാലയുമായി നിർത്തിയത് മാത്രമല്ല മനുഷ്യന്റെ നിത്യതയുടെ കവാടം അത് പർദീസ എന്നേക്കുമായി അടയ്ക്കപ്പെട്ടു പോയി. എന്നാൽ ദൈവം
മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായത്തിന്റെ 30 വാക്യങ്ങൾ വായിക്കുമ്പോൾ ആ തിരുവെഴുത്ത് അവിടെ നിവൃത്തീകരിക്കപ്പെടുകയാണ്. എന്താ പറയുന്നത്? കർത്താവ് പറയാ, അവർ സ്തോത്രം പാടിയ ശേഷം ഒരു മണിക്ക് പുറപ്പെട്ടു പോയി. അവൻ പറയുന്നു, ഈ രാത്രി നിങ്ങൾ എല്ലാവരും എങ്കൽ ഇടറും, ഞാൻ ഇടയനെ വെട്ടും, ആടുകൾ ചിതറും എന്നെഴുതിയിരിക്കുന്ന പദം നിവൃത്തിയാവും. സ്തോത്രം. കാരണം നമ്മുടെ കർത്താവായ യേശുവിനെ യഹൂദന്മാരുടെ ചാവർ കടന്നു വന്ന് റോമാ പട്ടാളക്കാരുടെ കൂടെ വന്ന് ഗെത്സമനെ എന്ന തോട്ടത്തിൽ വെച്ച് അറസ്റ്റ് ചെയ്തു. സ്തോത്രം. യേശു ആരാണെന്ന് പോലും തിരിച്ചറിയാൻ കഴിയാതെ റോമാ പട്ടാളക്കാർ കുഴയുമ്പോൾ യേശുവിനോട് ഒരുമിച്ച് 3.5 വർഷക്കാലം ഉണ്ടിറങ്ങിയ ശുശ്രൂഷകളെല്ലാം കണ്ടനുഭവിച്ച യൂദ മുൻപോട്ട് കടന്നു വന്ന് യേശുവിനെ ചുംബനം കൊണ്ട് കാണിച്ചു കൊടുക്കുമ്പോൾ കർത്താവ് ചോദിച്ചൊരു വാക്കുണ്ട്, യൂദായേ, നീ മനുഷ്യപുത്രന്റെ ചുംബനം കൊണ്ടോ കാണിച്ചു കൊടുക്കുന്നത്? സ്തോത്രം. ഇന്ന് പകൽ അതൊരു ചൂണ്ടുവിരലായി നിർത്തി ഞാൻ കടന്നു പോവുകയാണ്. സ്തോത്രം. അവിടെ നിന്ന് യേശുവിനെ അറസ്റ്റ് ചെയ്ത് ഗെത്സമന തോട്ടത്തിൽ അറസ്റ്റ് ചെയ്ത് ആദ്യം കൊണ്ടുപോയത് അയ്യപ്പാവിന്റെ ഹന്നാവിന്റെ മുൻപിലാണ്. സ്തോത്രം. അവനാണ് സ്തോത്രം അതെ ആദ്യത്തെ പുരോഹിതൻ. സ്തോത്രം. നിലവിൽ 2 പുരോഹിതന്മാരുണ്ട്. അതിൽ ഒന്ന് ഹന്നാവും 2 അയ്യപ്പാവുമാണ്. ഹന്നാവിന്റെ മരുമകനാണ് അയ്യപ്പാവ്. സ്തോത്രം. ഹന്നാവിന്റെ മുൻപിൽ കൊണ്ടുവന്ന് വിസ്താരം നടത്തി 2 അയ്യപ്പാവിന്റെ മുന്നിൽ കൊണ്ടുവന്നു. 3ാമത്തെ വിസ്താരത്തിന് സന്നദ്ധ സംഘത്തിന് മുന്നിൽ കൊണ്ടുവന്നു. 3 വിസ്താരം കഴിഞ്ഞ ശേഷം മരണശിക്ഷയ്ക്ക് വിധിക്കുവാൻ യഹൂദന് നിയമമില്ല, അത് അധികാരമില്ലാത്തത് കൊണ്ട് സ്തോത്രം അവനെ പീലാത്തോസിന് മുൻപിൽ കൊണ്ടുവന്നു. പീലാത്തോസ് അവനെ സസൂക്ഷ്മം നോക്കി ഓരോ കാര്യങ്ങളും ചോദിച്ചപ്പോൾ വാസ്തവത്തിൽ നിരപരാധിയാണ്, നിഷ്കളങ്കനാണെന്ന് ബോധ്യം വന്ന പീലാത്തോസിന്റെ മുൻപിൽ ആ യഹൂദനെ ആക്രോശിച്ചു പറഞ്ഞു, ഇവൻ ഗലീലയ തുടങ്ങി ജനത്തെ കലക്കി വരികയാണ്. പീലാത്തോസ് ചോദിച്ചു, ഇവൻ ഗലീലയക്കാരനാണെങ്കിൽ ഞാനല്ല ഇവനെ വിധിക്കേണ്ടത്, ഗലീലയ ഭരിക്കുന്നതായിരിക്കുന്ന ഹെരോദാവാണ്. അതും ഹെരോദാവിന്റെ അടുക്കിലേക്ക് പറഞ്ഞയച്ചു. ഹെരോദാവിന്റെ അടുക്കിലേക്ക് പറഞ്ഞയക്കുമ്പോൾ അവിടെ മറ്റൊരു സംഭവം അരങ്ങേറി. ഹെരോദാവും പീലാത്തോസും തമ്മിൽ ദീർഘകാല വൈരികളായിരുന്നു. ആ വൈരം നടന്ന് യേശുവിന്റെ ക്രൂശീകരണത്തോടെ ശത്രുത പുലർത്തിയിരുന്ന ഇരുഭാഗം ഒന്നായി തീർന്നുകൊണ്ട് അവിടെ കാലവിയാതെ കൂട്ടായിരിക്കുന്ന ഒരു വിധിയുടെ ന്യായവിസ്താരത്തിലേക്ക് വരികയാണ്. അവിടെ കാലവിയെ സ്തോത്രം ഹെരോദാവ് അവനെ കണ്ട മാത്രം സന്തോഷിച്ചു, ഒരത്ഭുതം ചെയ്ത് കാണാനൊക്കെ ആഗ്രഹിച്ചുവെങ്കിലും ഒടുവിൽ പറയുകയാണ്, ഞാൻ അവനെ ശിക്ഷിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. പീലാത്തോസിന്റെ അടുക്കിലേക്ക് മടക്കിയിരിക്കുക. 5 കോടതികളിൽ 6 പ്രാവശ്യത്തെ കുറ്റവിചാരണ. പീലാത്തോസ് ജനം നാം വായിക്കുന്നത് മത്തായിയുടെ സുവിശേഷത്തിൽ വായിക്കുന്നു, ആരവാരം അധികമാകുന്നതല്ലാതെ കാര്യം സാധിക്കുന്നില്ല എന്ന് കണ്ടിട്ട് സ്തോത്രം യേശുവിനെ ക്രൂശിക്കുവാൻ വേണ്ടിയുള്ള വിധിപ്പകർപ്പ് എഴുതി പീലാത്തോസ് യഹൂദപ്രമാണിമാർക്ക് എറിഞ്ഞു കൊടുത്തിട്ട് യേശുവിനെ ശിക്ഷിക്കുവാനായിട്ട് പറഞ്ഞയക്കുമ്പോൾ സ്തോത്രം റോമൻ നിയമമനുസരിച്ച് റോമന്റെ കൽത്തളത്തിലേക്ക് കൊണ്ടുവന്ന് നിർത്തി 4 കൽക്കുറ്റികൾ സ്റ്റമ്പുകൾ അവിടെയുണ്ട്. അതിൽ ചങ്ങലകൾ കൊടുത്തിട്ടുണ്ട്. 4 നീളം കുറവ്. എന്തിനാണെന്ന് അറിയാമോ? കാലുകളിലും കൈകളിലും ചങ്ങല കൊണ്ട് ബന്ധിച്ചില്ല എങ്കിൽ അടിക്കുന്ന സമയത്ത് അടിയേൽക്കുന്ന വ്യക്തി സ്തോത്രം ആ കളത്തിൽ നിന്നും ചിതറി അടറി മാറിപ്പോകാൻ സാധ്യതയുണ്ട്. അതുണ്ടാകാതിരിക്കേണ്ടതിന് കൈകളിലും കാലുകളിലും ചങ്ങലകൾ ബന്ധിച്ചു. എന്നാൽ കൈകളിൽ ചങ്ങല ബന്ധിക്കുന്ന സമയം ചങ്ങലയ്ക്ക് നീളം കുറവായതുകൊണ്ട് അവനെ കുനിച്ചു നിർത്തിയിരിക്കുകയാണ്. സ്തോത്രം. അർദ്ധനഗ്നനായി എന്നാണ് പലരും പറയുന്നതെങ്കിലും മറ്റു ചിലർ പറയുന്നു പൂർണ്ണ അഹർനഗ്നനായി യേശു നിർത്തിയിരിക്കുക. ഒരിടം പോലും അവന്റെ ശരീരത്തെ അടിയേൽക്കാതെ പോകരുത് കണ്ടിട്ട് അവനെ കൽത്തളത്തിൽ നിർത്തിയിരിക്കുകയാണ്. റോമൻ കാവാലികളായിരിക്കുന്ന പടയാളികൾ ഇരുവശത്തും 2 ചാട്ടവാറുകൾ കയ്യിൽ പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. കുതിരയുടെ ഒട്ടകത്തിന്റെ തോലുകൊണ്ട് നിർമ്മിച്ച 4 ശാഖയുള്ള ചാട്ടവാറ്. ഈ കെട്ടികളും ഉൾപ്പലത്തുകളും വസ്തുക്കഷ്ണങ്ങളും നിബിഡമാണത്. വെള്ളത്തിലെടുത്ത് കുതിർത്തിയെടുത്തിട്ട് ആ ചാട്ടവാറ് യേശുവിന്റെ ശരീരത്തേക്ക് ആഞ്ഞടിക്കുമ്പോൾ സ്തോത്രം ആ ചാട്ടവാറിന്റെ 4 ശാഖകളും സർവ്വവും ശരീരത്തിൽ വരിഞ്ഞു മുറുങ്ങി അവന്റെ ശരീരത്തിലേക്ക് ആ കെട്ടികളും ഉൾപ്പലത്തുകളും വസ്തുക്കഷ്ണങ്ങളും ആഴ്ന്നിറങ്ങി കഴിഞ്ഞാൽ അത് വലിച്ചെടുക്കുമ്പോൾ വേദന കൊണ്ട് ഒന്നെങ്കിൽ യേശു മറിഞ്ഞു വീഴും, അല്ലെങ്കിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെയാകും. അതുകൊണ്ട് പടയാളി തന്റെ ഒരു കാലെടുത്ത് യേശുവിന്റെ മുതുകിൽ ചവിട്ടിപ്പിടിച്ച ശേഷം അത് വലിച്ചെടുക്കുകയാണ്. ഹാലലുയ സങ്കീർത്തനക്കാരൻ പറയുന്ന പോലെ അവർ അത് മുതുകുഴൽച്ചാലുകൾ പോലെ കീറിയെന്ന് അത് തിരുവെഴുത്ത് പറഞ്ഞിരിക്കുന്നത് പോലെ സ്തോത്രം 24 മണിക്കൂർ കൊണ്ട് 33 പ്രവചനങ്ങൾ പ്രത്യക്ഷമായി അക്ഷരം നിവർത്തിച്ചുകൊണ്ട് യേശു കാൽവരിയുടെ ഉലക്കിടത്തിൽ പരമയാഗമായി തീരുകയാണ്. സ്തോത്രം. ഹാലലുയ അവനെ അടിച്ചു തീർന്ന ശേഷം അവന്റെ ശരീരം മുഴുവൻ അടിച്ച് ചിന്തപ്പെട്ടു. ഏറ്റവും ഒടുവിൽ 82 മുള്ളുകളായിരിക്കുന്ന മുൾക്കിരീടം ഇടഞ്ഞുണ്ടാക്കി ശിരസിലേക്ക് അടിച്ചിറക്കി. ഹൂതന്മാരുടെ രാജാവേ ജയ ജയ എന്ന് പറഞ്ഞാണ് പരിഹസിച്ചു.
ആ തലയൊട്ടിക്കുന്നതിലേക്ക് ഓരോ സ്റ്റെപ്പുകളും കടന്നു പോകുമ്പോൾ ഓർക്കണം, അതെന്റെ നിങ്ങളുടെ പാപം അവൻ വഹിക്കുകയായിരുന്നു. സ്തോത്രം. കാലങ്ങൾക്കും യുഗങ്ങൾക്കും അപ്പുറം ദൈവം തമ്പുരാൻ തന്റെ കലവറയിൽ ശേഖരിച്ചു വെച്ച ഒരു ഗോതമ്പ് മണി പോലെ യേശു നമുക്ക് വേണ്ടി പരമയാഗമായി തീരുകയാണ്. സ്തോത്രം. നോക്കണം, 312 തൂക്കമുള്ള മരവും ചുമന്ന് കടന്നു പോകുമ്പോൾ പലവട്ടം അത് വീണിട്ട് ആ മരത്തടിക്ക് അടിയിലേക്ക് വീണിട്ട് അവന്റെ ദേഹം പലവട്ടം ചതഞ്ഞിരുന്നു. നടക്കുവാൻ കഴിയാതെയായപ്പോൾ വയലിൽ നിന്ന് വരുന്ന കുറേനേക്കാരായ ശിമോനെ വിളിച്ചു. നിർബന്ധിച്ചു. ഒന്നും പറയുന്നില്ല. ഒരുപാട് യേശുവിന്റെ ക്രൂശിലൊന്നും പ്രസംഗിക്കുന്നത് എനിക്ക് ഇഷ്ടമാണ്. സ്തോത്രം. പക്ഷെ അവിടെ നിന്ന് ആ തലയൊട്ടിക്കുന്നതിലേക്ക് ചെന്ന് അവന്റെ സ്തോത്രം ശരീരം അവർ കൊണ്ടുവന്ന മരക്രൂശിലേക്ക് മരണത്തിൽ കിടത്തി. 2 കൈകളിലും ആണിയടിച്ചു. അതിനുശേഷം ആ ക്രൂശ് ആ പാറയിൽ വെട്ടപ്പെട്ടതായിരിക്കുന്ന ആ കുഴിയിലേക്ക് ഒരു പോസ്റ്റ് വലിച്ചു നിർത്തുന്ന പോലെ അവർ നിർത്തുകയാണ്. നിവർത്തിക്കൊണ്ടുവന്ന് ആ ക്രൂശ് ആ കുഴിയിലേക്ക് ഇട്ട മാത്രയിൽ അത് പൊടുന്നനാവെന്ന് വീണപ്പോൾ യേശുവിന്റെ ദേഹം ആടി വിളിഞ്ഞു. അവന്റെ അസ്ഥികളുടെ ബന്ധം വിട്ടുപോയി. അതിനുശേഷം അവർ കാലുകളോട് ചേർത്ത് വെച്ച് ആണിയടിച്ചു. സ്തോത്രം. ക്രൂശിൽ കിടന്നിട്ട് യേശു തിരുവഴുത്തിലേക്ക് തിരിഞ്ഞു നോക്കി. മാനവകുലത്തിൽ ഇന്ന് വരെ ഒരു മനുഷ്യൻ പറയാത്തൊരു വാചകം പറഞ്ഞു, സകലതും നിവൃത്തിയായി. സ്തോത്രം. ഇന്ന് പകൽ പറയട്ടെ, ഒരു മനുഷ്യനും പറയാൻ കഴിഞ്ഞിട്ടില്ല തന്റെ മരണത്തിൽ സകലതും നിവൃത്തിയായി. എന്നാൽ അവർ പറയുക സകലതും നിവൃത്തിയായി. സ്തോത്രം. സ്തോത്രം. യെശയ്യാവ് ചോദിച്ചു, ആര് പോകുമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പോകാമെന്ന് പറഞ്ഞ് ഏറ്റെടുത്തു വന്ന ദൗത്യത്തിൽ ഇനി എന്തെങ്കിലും നിവൃത്തീകരിക്കാനുണ്ടോ എന്ന് ചോദിച്ചു നോക്കിയിട്ടവൻ പറയുക സകലം നിവൃത്തിയായി. എന്റെ ആത്മാവിൽ നിങ്ങൾ പരമേൽപ്പിക്കുക. സ്വന്തം തോളിലേക്ക് തലചായച്ച് പ്രാണനെ വെടിഞ്ഞു. ആ സമയം സ്തോത്രം സൂര്യൻ മുഖം മറച്ചു കളഞ്ഞു. സ്തോത്രം. സൃഷ്ടിയായിരിക്കുന്ന സൂര്യൻ മുഖം മറച്ചു. ഭൂമി കിടുകിടാക്കിടങ്ങി. സ്തോത്രം. കല്ലറകൾ വിശുദ്ധന്മാരുടെ മരണം തുറന്നു. സ്തോത്രം. യേശു മരിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞ ആദ്യം തൊട്ട് വെച്ച വാക്കോടെ അവസാനിപ്പിക്കാം. സ്തോത്രം. യേശു മരിക്കുന്ന സമയത്ത് ക്രൂശിൽ കിടക്കുന്ന 2 കള്ളന്മാരിൽ ഒരുവൻ അവനെ നിന്ദിച്ചു പറഞ്ഞു. മറ്റവൻ മറ്റേ കള്ളൻ പറഞ്ഞു, സ്തോത്രം, നാം സമശിക്ഷകളിലായിട്ട് നീ ദൈവത്തെ ഭയപ്പെടുന്നത്. നാം അരുതാത്തത് ചെയ്തുകൊണ്ടാണ് നമുക്ക് ധരിപ്പിച്ചത്. ഇവനോ അരുതാത്തതൊന്നും ചെയ്തിട്ടില്ല. ആയതുകൊണ്ട് കർത്താവിലേക്ക് തിരിഞ്ഞിട്ട് പറയുക, കർത്താവായ യേശുവേ, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഓർക്കണമെന്ന്. യേശു പറയുക, ഇന്ന് നീ എന്നോട് കൂടെ പർദീസയിൽ ഏതെങ്കിലും അടയ്ക്കപ്പെട്ട പർദീസ കാൽവറയിൽ തുറന്നു സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു. സ്തോത്രം. അതുകൊണ്ടാണ് ആ സ്വാതന്ത്ര്യം അനുഭവിക്കുന്ന ദൈവമക്കൾക്ക് വേണ്ടി ദൈവസഭയ്ക്ക് വേണ്ടി കർത്താവ് നൽകിയിരിക്കുന്ന അഗണ്യമായ ശ്രേഷ്ഠ ശുശ്രൂഷയാണ് ഈ വെക്കപ്പെട്ട തിരുമേശ എന്ന് പറയുന്നത്. ഇത് 3 പേരുകളാണ് അറിയപ്പെടുന്നത്. 1 കർത്താവിന്റെ താഴ്, 2 കർത്താവിന്റെ മേശ, 3 അപ്പം നുറുക്ക്. സ്തോത്രം. ഇനി മറ്റൊരു വസ്തുതയുണ്ട്. ഇത് കൂടി വരുമ്പോഴൊക്കെയും ചെയ്യും. അങ്ങനെ ഒരു വാക്യം വേദപുസ്തകത്തില്ല. എന്നാൽ നിങ്ങൾ ഇത് കുടിക്കുമ്പോൾ, ഇത് ഭക്ഷിക്കുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യും. അതാണ് ദൈവത്തിന് വരം എഴുതിയിരിക്കുന്നത്. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾക്ക് ഏൽപ്പിക്കുകയും ചെയ്തതെന്നാൽ കർത്താവ് യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിലാണ് അപ്പമെടുത്ത് സ്തോത്രം ചെയ്ത് കൊടുക്കും. ഇത് അനേകർക്ക് വേണ്ടി നിർക്കപ്പെടുന്ന എന്റെ ശരീരം, ഇത് ഭക്ഷിക്കുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യും. അവണ്ണം തന്നെ അത്താഴത്തിന് ശേഷം പാനപാത്രം എടുത്ത് സ്തോത്രം ചെയ്തു. ഇത് അനേകർക്ക് വേണ്ടി ചൊരിയപ്പെടുന്ന എന്റെ രക്തത്തിൽ പുതിയ നിയമം, ഇത് കുടിക്കുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യും. അങ്ങനെ കർത്താവ് പറഞ്ഞാണ് ഇത് നൽകിയതെങ്കിൽ ഇന്ന് പകൽക്കാലം സ്തോത്രം കർത്താവ് പറഞ്ഞതായിരിക്കും ഒരു വാക്ക് കൂടി ഓർമ്മപ്പെടുത്തട്ടെ. മനുഷ്യർ തമ്മിൽ മാംസം തിന്നാതെ അവന്റെ രക്തം കുടിക്കാതെ ഇരുന്നാൽ നിങ്ങൾക്ക് ജീവനില്ല. നിങ്ങൾക്ക് ജീവനുണ്ടാകാൻ സമൃദ്ധിയായി ജീവനുണ്ടാകാൻ അത്രേ ഞാൻ വന്നതെന്ന് കർത്താവ് പറഞ്ഞെങ്കിൽ ഇന്ന് പകൽക്കാലം ഈ അപ്പവും വീഞ്ഞും നാം ഭക്ഷിക്കുമ്പോൾ സ്തോത്രം ആത്മീയ ജീവൻ പ്രാപിച്ച് ചൈതന്യമുള്ളവരായി ഭവനങ്ങളിൽ വാങ്ങാൻ ഇന്ന് പകൽക്കാലം ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. പ്രത്യേക സ്തോത്രം ഗ്ലോബൽ മിഷൻസിന്റെ ദൈവസഭയുടെ സമാപന സമയമായതുകൊണ്ട് ഒരു വാക്ക് നിങ്ങളോട് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ പുതിയ വർഷം 2025 നമ്മുടെ ഒരുപാട് സഭകൾ വളരെ സങ്കടം, വളരെ പ്രയാസം തോന്നി. ദീർഘവർഷങ്ങൾ ഹൈറേഞ്ചിന്റെ മലമടക്കിൽ ഞാൻ കർത്താവിന്റെ വേല ചെയ്തു. നഷ്ടപ്പെട്ടു പോയതും ഇല്ലാതെ അയച്ചതുമൊക്കെ പുനരുദ്ധരിക്കുവാനും പ്രവർത്തിക്കാനൊക്കെ ദൈവം എനിക്ക് ഭാഗ്യം രാവും പകൽ വരുവാനുണ്ട്. പക്ഷെ ഇവിടെ വന്നപ്പോൾ പലയിടങ്ങളിലും നഷ്ടപ്പെട്ട് കിടക്കുന്നതായിരിക്കുന്ന
വല്ലാത്തൊരവസ്ഥയിൽ കിടക്കുന്നതായിരിക്കും ഒരുപാട് സഭകളെ എനിക്ക് കാണാനിടയായി. ഈ 2015 പുനരുദ്ധരിക്കുന്ന വർഷമായിരിക്കും. അത് ദൈവങ്ങളെല്ലാവരും വളരെ പ്രാർത്ഥിക്കുകയും നമ്മുടെ സഹോദരന്മാരും യുവജന സംഘടനകളും ഒക്കെ ശക്തമായി പ്രവർത്തിക്കുകയും അതിനുള്ളതായിരിക്കുന്ന ഒരു വഴി കണ്ടെത്താൻ കൂടി നിങ്ങൾ ശ്രമിക്കണമെന്ന് കൂടി ഓർമ്മപ്പെടുത്തി ഞാനിവിടെ നിർത്തുകയാണ്. തുടർന്നുള്ള ശിശുവിടെ കർത്താവിന് ശ്രേഷ്ഠപ്പെടുത്തുന്ന ഒഴിക്കും എൻ്റെ വാക്കുകൾ കർത്താവിനെ ചെയ്യുകയും ഈ മകനുമായ ശുശ്രൂഷയ്ക്ക് വേണ്ടിയുള്ള സമയം വളരെ ചെറിയ സമയം കൊണ്ട് തന്നെ ഈ ശുശ്രൂഷ നിർവഹിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് പലരും യാത്രാ സംബന്ധമായുള്ള പ്രയാസങ്ങൾ ഉണ്ടാകുമെന്നുള്ളൊരു ആശങ്കയുണ്ട്. ഇവിടുത്തെ വണ്ടിയുടെ സമയവും പോക്കിനെ കുറിച്ചൊക്കെ ഏറെക്കുറെ എനിക്ക് അനുഭവങ്ങളാണ്. 10 വർഷത്തെ അതുകൊണ്ട് അങ്ങനെയുള്ള ആശങ്കകളുണ്ട്. നിങ്ങൾക്ക് സമയത്ത് വേണ്ടി എത്തുവാനുള്ള വഴിമറ്റ് സൗകര്യമില്ല. നമുക്ക് ക്രമീകരിക്കാൻ നിങ്ങൾക്ക് ക്രമീകരിക്കാൻ സമയമുണ്ട് എന്നെ മാത്രം ഓർമ്മിക്കുന്നു. യോഗങ്ങളുടെ യഥാർത്ഥമായ ക്രമീകരണങ്ങളിൽ എത്തിപ്പെടുവാൻ നമ്മെ സഹായിക്കും വിധം ഈ പകൽക്കാല ശുശ്രൂഷയ്ക്ക് വേണ്ടി കഥാദാസത്തിൽ പി ജോസഫ് അവരുടെ നമുക്ക് ലഭിച്ച ഞാൻ ദൈവത്തോട് നന്ദി പറയുന്നു. അദ്ദേഹത്തോടും കുടുംബത്തോടുമുള്ള പ്രത്യേകമായ നന്ദി ഇത്തരത്തിൽ ഞാൻ അറിയിക്കുന്നു. ശുശ്രൂഷ പലർക്കു വേണ്ടി ഭാഗിച്ചു കൊടുക്കുമ്പോൾ ശുശ്രൂഷയുടെ മാഹാത്മ്യത്തെ യഥാർത്ഥമാവണം തിരിച്ചറിയാൻ കഴിയേണ്ടതിന് വേണ്ടി ഒരു തിരിച്ചറിവിന്റെ ലോകത്തിലേക്ക് എത്തിപ്പെടുവാൻ ആത്മീയതയിലൂടെ അതിനെ നോക്കിക്കാണാൻ കഴിയുന്ന പര്യാപ്തമായ ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെടുവാൻ നമുക്ക് കഴിയണം. അവിടെയാണ് ആത്മീയത ആരംഭിക്കുന്നത്. ഇവിടെ ഈ നിവാസങ്ങളെല്ലാം അഹോരാത്രം ഇങ്ങനെ പണിപ്പെട്ട് ഇങ്ങനെ കുട്ടപ്പനായിട്ട് ഇവിടെ നമ്മുടെ മുമ്പ് വരുമ്പോൾ നിങ്ങൾ ഇന്ന് കാണുന്ന ഈ സ്റ്റേജിൽ കാണുന്ന ആളുകൾ അവരുടെ അധ്വാനങ്ങളെല്ലാം അവിടെ വിലപ്പെട്ടതാണ്. അത് യഥായോഗ്യമാണ് വിനിയോഗിക്കുവാൻ സമയബന്ധിതമായി അത് പൂർത്തികൾക്ക് എത്തിപ്പെടുവാനും എല്ലാം സഹായിക്കുന്നതും നിങ്ങളുടെ വലിയൊരു പ്രാർത്ഥന അവർക്ക് സഹായകരമായിട്ടും അത് മറന്നുകൊണ്ടല്ല. എങ്കിലും ചില കാര്യങ്ങളിൽ നിങ്ങൾ ശ്രദ്ധിക്കപ്പെടണം എന്ന് ഞാൻ ദൈവനാമത്തിൽ ഓർമ്മിക്കുന്നു. ദൈവം നമ്മെ ഏതെല്ലാം നിലയിൽ നമ്മളെ കൊണ്ടെത്തിക്കണം എന്ന് വളരെ വ്യക്തമായി ഇപ്പോഴും ഇന്ന് കേട്ടപ്രകാരം അല്ലാതെയൊക്കെ നമുക്ക് ശ്രദ്ധിക്കപ്പെടാൻ കഴിയും. അപ്പോസ്തലപ്രവൃത്തിയുമായി കേട്ടത് പിന്നീട് അവർക്ക് പ്രയോജനമായി വന്നില്ല എന്ന് വരാനിപ്പാൻ ശ്രദ്ധിക്കണം. അത്രയും ഞാൻ കാര്യം പറഞ്ഞിട്ടുണ്ട്. ദൈവദാസന്മാരെ, ഇവിടെ ആരും നിങ്ങളെ ക്ഷണിച്ചതല്ല, ദൈവമാണ് നിങ്ങൾ ക്ഷണിച്ചത്, ദൈവമാണ് നിങ്ങൾ വിളിച്ചത്. അതിൽ പറയുന്ന ബൈബിളിലെ ഏറ്റവും ശ്രേഷ്ഠമായ പദമുണ്ട്, ഉന്നത വിളി, ഹൈ കോളിംഗ്. അത് തിരിച്ചറിയാൻ നീ തയ്യാറാകണം. ആ തിരിച്ചറിയുന്ന ലോകത്തിൽ നീ ആരാധന ബോധ്യം നിന്നെ എവിടെ വരെ കൊണ്ടെത്തിക്കാമോ അവിടെ വരെ കൊണ്ടെത്തിക്കും. ഞാൻ പല കാര്യവും ഇവിടെ ദൈവാത്മാന പല കാര്യം എന്നെ കുറിച്ച് പറയും. എനിക്ക് സന്തോഷമുണ്ട്. ഒരാൾ അത്രയുണ്ട്. തിരിഞ്ഞ സ്ഥാനത്ത് നീ എന്നാണ് അത്രയാണ് ചിന്തിച്ചാൽ മതി. എന്നാൽ ദൈവം നമ്മൾ പറയുന്നത് we exalt thy name. അതിനുവേണ്ടി തയ്യാറാണ്. അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ മറ്റു കാര്യങ്ങളെല്ലാം നമുക്ക് ഒരു കാലം ഇടയായിട്ട് ഞാൻ 2024 നമ്മളൊരു കാര്യം പറഞ്ഞു. അത് 2 ദിവസം യോഗം ഉണ്ടായിരുന്നു. പറഞ്ഞ് 4 ദിവസം പറഞ്ഞു. നിങ്ങളെല്ലാം ഏറ്റെടുത്തത് പോയിരിക്കുകയാണ്. വേറെ കാര്യങ്ങൾ അതിൻ്റെ പിന്നിലുണ്ട്. അതുകൊണ്ട് ഓർത്താൻ മതിയാകും. സ്തോത്രം. നമുക്ക് മനസ്സിലായി ദൈവത്തിന്റെ സ്തോത്രം. ഞാൻ പറഞ്ഞത് ഇവിടെ ജോലി പാസ്റ്ററോ അല്ലെങ്കിൽ തകഞ്ഞ പാസ്റ്ററോ ബെയിൻ പാസ്റ്ററോ അല്ലെങ്കിൽ തമ്പി പാസ്റ്ററോ അല്ലെങ്കിൽ ജോലി പാസ്റ്ററോ ഒക്കെ ഉണ്ട്. അവരൊക്കെ അവരുടേതായ കൃത്യ നിർവഹണത്തിന് വേണ്ടി ചിലവഴിച്ച സമയങ്ങൾ അതിനുവേണ്ടി മുടക്കിയായ അവരെ ചിലവഴിച്ചതായ എന്തുണ്ടോ അതെല്ലാം ദൈവനാമത്തിന് വേണ്ടിയാണ്. ഞാൻ അപ്പൊ നിങ്ങൾ ഞങ്ങളോട് ചേർന്ന് ഈ കാര്യം പറയുമ്പോൾ ഞങ്ങൾക്ക് പറയാൻ ഒരു വാക്കേ ഉള്ളൂ, ഒരു വാക്ക്, ജസ്റ്റ് വൺ വേർഡ്. അതിങ്ങനെയാണ്, നാം ഒരുമിച്ച് അവരുടെ നാമത്തിൽ ഉയർത്തി. അത്രയുള്ളൂ. അതിക്കാതെ ഒന്നും ഉണ്ടാകാൻ പാടില്ല. ദൈവം ഈ മകനുമായ ശുശ്രൂഷയ്ക്ക് വേണ്ടിയുള്ള മറ്റു നിർദ്ദേശങ്ങളെല്ലാം ദൈവാസികളോട് നൽകി എന്നെ ആ കാര്യം ചുമതലപ്പെടുത്തിക്കൊണ്ട് ഞാൻ ആ കാര്യം വേണ്ടി ആഗ്രഹിക്കുകയാണ്. ദൈവത്തിന്റെ സ്തോത്രം. ഇതെല്ലാം നിങ്ങൾ ചെയ്യണമെന്നുള്ള ആഗ്രഹമേ എനിക്കുള്ളൂ. ദൈവത്തിന്റെ സ്തോത്രം. ഇത് സുദീർഘമായ ഒരു കാലഘട്ടം പ്രധാനമന്ത്രി പറഞ്ഞത് 40 വർഷം അമേരിക്കയിലാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ ആലോചിച്ചു അദ്ദേഹം ഇത്രയും കാലം എനിക്ക് അതിൻ്റെതായ ഒന്നും കാണുന്നില്ല എന്ന് ഒരർത്ഥത്തിൽ. പക്ഷേ അദ്ദേഹം ഭാഷയ്ക്ക് ഒരു
എല്ലാം നന്നായി തന്നെ അദ്ദേഹം എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി സന്തോഷിക്കുന്ന ഒരു പുസ്തകം. ഞാനൊന്ന് പറയുന്നു, സുദീർഘമായ 40 വർഷമായി ഈ പ്രസ്ഥാനത്തിൻ്റെ അണിയറകളിൽ പ്രവർത്തിച്ച് ഞാനൊന്നുമില്ല. എനിക്കതിനകത്ത് എന്താ ഉത്തരവാദിത്വം? എനിക്കതിനകത്ത് ഒരു റെസ്പോണ്ടുമില്ല. ഞാൻ ആ കാര്യം നിർവഹിക്കാൻ ദൈവം ജോലി അത്രയുള്ളൂ. പക്ഷേ അതിനുവേണ്ടി കഷ്ടപ്പെട്ട ഒത്തിരി ദൈവദാസന്മാരുണ്ട്, പ്രയാസപ്പെട്ടവരുണ്ട്. അവരെ ദൈവസ്ഥാനം ചിലപ്പോൾ നാം കണ്ടില്ലെന്നല്ല, അത് ദൈവം അവരെ കാണും, ദൈവം അവരെ മാറി. അത്രയും വലിയ ദൈവത്തിന് സ്തോത്രം. നിങ്ങളുടെ എന്ത് ചെയ്താലും അത് ദൈവനാമത്തിന് വേണ്ടി തീരണമെന്നുള്ള ആ ലക്ഷ്യത്തിലേക്ക് എത്തിപ്പെടുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഈ മഹായോഗത്തിലെ പര്യവസാന വേളയിൽ നമുക്കൊരുമിച്ച് ഈ മകനീയമായ പാകുവാക്കളായിത്തീരുവാൻ ദൈവം നമ്മെ സഹായിക്കാൻ വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. നിങ്ങളെല്ലാവരും അങ്ങനെ ആയിത്തീരണമെന്ന് ആഗ്രഹിക്കുന്നു. അതിൽ പങ്കാളികളാകുക. രക്ഷിക്കപ്പെട്ട സ്ഥാനപ്പെട്ട ദൈവസഭയിൽ കൂട്ടായ്മയിൽ സാക്ഷ്യം പറഞ്ഞ എല്ലാ പ്രിയപ്പെട്ടവരും പങ്കുകൊള്ളാനുള്ള അവസരമുണ്ട്. ഈ ശുശ്രൂഷയ്ക്ക് ഞാൻ ഒരു പ്രത്യേക കാര്യം നിർദ്ദേശിക്കുന്നു. ഈ നിങ്ങളുടെ കയ്യിലേക്ക് അപ്പം നമുക്ക് കയ്യിലേക്ക് ലഭിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് ഭക്ഷിക്കരുത്. ഞങ്ങളെല്ലാവരും നമുക്ക് ഒരുമിച്ച് ഭക്ഷിക്കാമെന്ന് പറയുമ്പോൾ ഒരു ഭക്ഷണത്തിൻ്റെ ഒരു ഡിസിപ്ലിൻ എന്നറിയിക്കുക. അങ്ങനെ പറയുമ്പോൾ മാത്രമേ ഭക്ഷിക്കാവൂ സ്വതന്ത്രത്തിൽ. അതുപോലെ മറ്റു കാര്യങ്ങളെല്ലാം അതുപോലെ തന്നെ ചെയ്യണമെന്ന് ഓർമ്മിക്കുന്ന ഒരു പുസ്തകം. വളരെ പരിമിതമായ സമയം കൊണ്ടാണ് ഇത് ചെയ്യുന്നത്. എന്നാൽ വേദപുസ്തകം അനുശാസിക്കുന്ന ഏറ്റവും മഹത്തരമായ 2 ശുശ്രൂഷകൾ ഒരു ഭാഗം മാത്രമാണ് ഇപ്പോൾ ചെയ്യുന്നത്. സുവിശേഷത്തിൽ വായിക്കുന്നത്, അവൻ അത്താഴത്തിൽ നിന്ന് ഇറങ്ങി എഴുന്നേറ്റും ഒരു തുറത്തെടുത്ത് ഇറങ്ങി ചുറ്റി ശിഷ്യന്മാരുടെ കാലിലേക്ക്. നമുക്ക് ഞാൻ അറിവ് ഓർപ്പിച്ചത് മാത്രമേ ഉള്ളൂ. എളിമത്തിൻ്റെ ലാളിത്യത്തിൻ്റെ എളിമയുടെ ഏറ്റവും ഉദാഹരണമായി കാണുന്ന ലോകത്തിലെ ഏറ്റവും വലിയ വിശേഷിപ്പിക്കപ്പെടുന്ന ഒരു സംഗതിയാണ്. ഗുരു ശിഷ്യന്മാരുടെ കാലിലേക്കായിട്ട് ഒരു ഫിലോസഫിയും കാണുന്നില്ല, ഒരു മത ഫിലോസഫിയും കാണാൻ കഴിയില്ല. യേശു മാത്രം, യേശു മാത്രം, യേശു മാത്രമേ ശിഷ്യന്മാരുടെ കാര്യം കഴിയുള്ളൂ. അതുകൊണ്ട് നമുക്കിവിടെ സമയമില്ലാത്തതും പരമ്പരകൾ ഉള്ളതുകൊണ്ടുമാണ് ഇതെല്ലാം നിർവഹിക്കാതിരിക്കുന്നത്. എങ്കിലും അതിൻ്റെ ഏറ്റവും സുന്ദരമായ ഒരു കാര്യത്തിലെ പ്രവേശിക്കാൻ വേണ്ടി ദൈവം നമ്മെ സഹായിക്കുന്നതിന് വേണ്ടി നമുക്ക് തലകളെ വണക്കാൻ ഒരു നിമിഷം പ്രാർത്ഥിക്കാം. വിശേഷമായ എല്ലാ വ്യക്തികളെയും നമുക്ക് ഈ 2025 ശുശ്രൂഷയ്ക്ക് വേണ്ടി ലഭിച്ചെങ്കിൽ അതിനേക്കാൾ ശ്രേഷ്ഠമായ ഒരുവരെ അറിയുവാൻ വേണ്ടി ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഈ ശുശ്രൂഷയെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ദൈവസന്നിധിയിലെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ഈ ലോകത്തിന്റെ എല്ലാ സംഘാടകരായിരിക്കുന്നു, അതിന്റെ കണ്ടുമായിരിക്കുന്ന ദൈവദാസൻ തന്നെ പ്രാർത്ഥിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, സ്തോത്രം. ദൈവസഭയ്ക്ക് കർത്താവ് നൽകിയതായിരിക്കുന്ന മഹനീയമായ ശുശ്രൂഷയുടെ മന്ത്രം ഞങ്ങളായിരിക്കുകയാണ്. സ്തോത്രം. ഈ പകൽക്കാലം കർത്താവെ, സ്തോത്രം, മഹനീയമായ ശുശ്രൂഷ ഇവിടെ നിർവഹിക്കുവാൻ തൻ്റെ ദാസനെ ബലപ്പെടുത്തുകയും അനുഗ്രഹിക്കുകയും ചെയ്യണം. സ്തോത്രം. ഇത് ഭക്ഷിക്കുമ്പോൾ കുടിക്കുമ്പോൾ കർത്താവിൻ്റെ മരണത്തെ പ്രസ്താവിക്കുവാൻ തൻ്റെ ജനത്തെ സഹായിക്കണം. എല്ലാവരും ഈ അപ്പത്തിൻ്റെയും പാനപാത്രത്തിൽ കുടിക്കുകയും ചെയ്യുന്നു. തന്നെ വിവേചിച്ച് കഴിക്കുവാൻ ദൈവവചനം പോലെ നമ്മളെ സഹായിക്കണം. ശുശ്രൂഷയ്ക്കാത്ത ദാസനെ ബലപ്പെടുത്തണം. എല്ലാവിധ അനുഗ്രഹങ്ങളും ഞങ്ങൾ നിറച്ചോട്ടെ. കാണിരിക്കും മഹത്വമങ്ങേക്ക് പശുവാമോട് പ്രാർത്ഥിക്കുന്നത് നിങ്ങൾ കേട്ടില്ലാവേ. നമുക്ക് ഒരു നിലകത്ത് നിന്ന് ചില വാക്യങ്ങൾ മാത്രം വായിച്ച് ശിശുവിന് വേണ്ടി ആഗ്രഹിക്കുകയാണ്. 11-ാം അധ്യായത്തിൻ്റെ 23 മുതലുള്ള വാക്യങ്ങൾ ദൈവദാസന്മാരാരെങ്കിലും വായിക്കണമെന്ന് ദൈവമാണ്. ഇരുപത്തിമൂന്നാമത് വാക്യം നിങ്ങളുടെ ഓർമ്മയ്ക്കായി ഒരിക്കൽ വായിക്കും. ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾക്ക് ഏൽപ്പിക്കുകയും ചെയ്തെന്നാൽ കർത്താവായ യേശു ക്രിസ്തുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അവൻ അപ്പമെടുത്ത് സ്തോത്രത്തിൽ നുറുക്കി, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ ശരീരം എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിൻ എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ അത്താഴം കഴിഞ്ഞ ശേഷം അവൻ പാനപാത്രം എടുത്ത്, ഈ പാനപാത്രം എൻ്റെ രക്തത്തിൽ പുതിയ നിയമമാകുന്നു, ഇത് കുടിക്കുമ്പോഴൊക്കെയും എൻ്റെ ഓർമ്മയ്ക്കായി
ചെയ്യുവിൻ എന്ന് പറഞ്ഞു. അങ്ങനെ നിങ്ങൾ ഈ അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവ് വരുവോളം അവൻ്റെ മരണത്തെ പ്രസ്താവിക്കും. അതുകൊണ്ട് അയോഗ്യമായ അപ്പം തിന്നുകയും കർത്താവിൻ്റെ പാനപാത്രം കുടിക്കുകയും ചെയ്യുന്നവനെല്ലാം കർത്താവിൻ്റെ ശരീരവും രക്തവും സംബന്ധിച്ച് കുറ്റക്കാരൻ ആകും. മനുഷ്യൻ തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം ഈ അപ്പം തിന്നുകയും പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുവാൻ. തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നവൻ ശരീരത്തെ ഉപയോഗിക്കാതിരുന്നാൽ തനിക്ക് തന്നെ ശിക്ഷാവിധി തിന്നുകയും കുടിക്കുകയും ചെയ്യും. ഇത് ഹേതുവായി നിങ്ങളിൽ പലരും ബലഹീനരും രോഗികളും ആകുന്നു, അനേകരും നിദ്രകൊള്ളുന്നു. നാം നമ്മെ തന്നെ വിധിച്ചാൽ വിധിക്കപ്പെടുകയില്ല. വിധിക്കപ്പെടുന്നുവെങ്കിലോ നാം ലോകത്തോടുകൂടെ ശിക്ഷാവിൽ അകപ്പെടാതിരിക്കേണ്ടതിന് കർത്താവ് നമ്മെ ബാധിച്ചു കഴിക്കുകയാവും. കൃഷികളൊന്നും ഞാനിവിടെ മുതിരുന്നില്ല. ദൈവത്തെ വളരെ വ്യക്തത കൊണ്ട് ഇതിൻ്റെ മൂല്യത്തെ ശിഷ്യഗണങ്ങൾക്ക് പകർന്നു കൊടുത്തപ്പോൾ നിഷേധാത്മകമായ നിലപാട് സ്വീകരിച്ച ശിഷ്യന്മാരോട് പറഞ്ഞു, നീ എന്നെ എന്നോട് കൂടെ ഒരു കൂട്ടായി ബന്ധമുണ്ടാകില്ല എന്ന് പറഞ്ഞു. ബന്ധത്തിന്റെ ആധികാരികത ഉറപ്പിക്കുവാൻ ലോകത്തിലെ ഏതൊരു ശക്തിയേക്കാളും എന്തൊരു ബന്ധത്തെക്കാൾ ഈ ശുശ്രൂഷമായി നമുക്ക് ലഭിക്കപ്പെടുന്നത് യാഥാർത്ഥ്യമാണ്. ദൈവത്തിന്റെ സ്തോത്രം. ഇവിടെ ഇരിക്കുന്ന പലരായ നമുക്ക് ഈ ശുശ്രൂഷയിൽ പങ്കുകൊള്ളുമ്പോൾ നാം അറിയാതെ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഉയർന്നു വരുന്ന ഒരു ബന്ധമുണ്ടല്ലോ. ആ ബന്ധം ലോകത്തിലെ ഏത് ബന്ധത്തെക്കാൾ വലുതാണ് എന്ന അനുഭവത്തോടെ കടന്നു പോകുവാൻ നമുക്ക് കഴിയും. വാട്ട് വി കണക്ട് വിത്ത് ദ സിറ്റുവേഷൻ, എന്താണോ നാം ആർജിക്കുന്നത്, എന്താണോ അത് ദൈവികമായ ഹൃദയത്തിന്റെ വെളിച്ചത്തിലാണെങ്കിൽ അതിനേക്കാൾ ശക്തമായ ഒന്നും ലോകത്തിലുണ്ടാകില്ല. അത്തരം അനുഭവത്തോടെ കടന്നു പോകാൻ വേണ്ടി ഒരു ആഹ്വാനത്തോടുകൂടിയാണ് പൗലോസ് ഈ ലേഖനം എഴുതിയെങ്കിൽ കർത്താവിന്റെ കാണിക്കുന്ന രാത്രിയിൽ അവൻ ശിഷ്യന്മാരെല്ലാവരെയും അടുത്ത് വിളിച്ച് ഉപദേശിച്ചിട്ട് പറഞ്ഞു, ഇത് ഇന്ന കാര്യങ്ങൾക്ക് വേണ്ടി എന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തി അവർക്ക് വേണ്ടി തന്റെ ശരീരത്തെ പുറത്തു കൊടുക്കാൻ കാരണമായിട്ട് എന്നോട് പങ്കില്ല, ഓഹരിയില്ല, പാർട്ടിസിപ്പേഷനാണ് എന്ന് പറയുവാനാണോ ഗുരു ശിഷ്യന്മാർക്ക് പകർന്നു കൊടുത്തു. ഞാൻ പകർത്തുന്ന കൊടുത്ത ആ ബന്ധമോട് നമ്മെല്ലാവരെയും ഈ പകലിലൂടെ ഒരുമിച്ച് പാർട്ടിയായി തരുന്നത്. അതുകൊണ്ട് ഈ പകൽക്കാലം വിശ്വസിക്ക് വേണ്ടി നമുക്ക് വീണ്ടും പ്രവേശിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. കർത്താവായ യേശുക്രിസ്തുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അപ്പം എടുത്ത് തോറ്റത്തിനെ മുറുക്കി, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എന്റെ ശരീരത്തിൽ. ഈ സമയത്ത് ദൈവദാസന്മാരെല്ലാം തങ്ങളുടെ ഇരിപ്പിടങ്ങൾ നമുക്ക് ഈ പരിപാലനമായ ശിശുവിടെ മുമ്പാകെ നമ്മുടെ മുമ്പാകെ നാം ഇവിടെ വച്ചിരിക്കുന്ന ഈ അപ്പത്തെ ദൈവങ്ങളിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. സുദീർഘമായ ഒരു സമയത്തിന് മുമ്പാകെ നാം ആയിരിക്കുന്നുവെങ്കിൽ വളരെയധികം കാര്യങ്ങളെ കുറിച്ച് വളരെ പ്രസ്താവയോഗ്യമാണ്. എന്നാൽ അതിലേക്ക് കണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന നമുക്ക് ഈ അപ്പത്തെ ദൈവങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ സ്തോത്രം. കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ബേബി അവർ മുമ്പോട്ട് കിടന്ന് നമ്മെ പ്രാർത്ഥന സഹായിക്കും. കേൾക്കപ്പെട്ടതായ ദൈവികമായ കർത്താവേ വചനങ്ങളെ ഒരിക്കലും കൂടെ ഓർക്കുകയാണ്. കർത്താവേ ക്രൂശിൽ അടിമയ്ക്ക് വേണ്ടി കർത്താവിന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി കർത്താവ് തകർക്കപ്പെട്ടതായിരിക്കുന്ന സ്തോത്രം ശരീരത്തിന്റെ പാപത്തിന്റെ കടകളെ വീഴാതെ കഴുകിക്കളയുവാൻ വേണം. അങ്ങയുടെ ശരീരത്തിന് സ്വരീയപ്പെട്ടതായ രക്തത്തിന്റെ ആ പുതിയ വ്യവസ്ഥയുടെ അനുഗ്രഹത്തിലേക്ക് അത് നിമിത്തമായി അല്ലെങ്കിൽ ആത്മീയമായിരുന്ന ജീവനും ശരീരം ദൈവികമായ ശുശ്രൂഷയിലേക്ക് ഭാവങ്ങളാകുവാൻ
അപ്പം എടുത്തവൻ വാഴ്ത്തിയോ. അപ്പം എടുത്തവൻ വാഴ്ത്തി നുറുക്കി. അപ്പം എടുത്തവൻ വാഴ്ത്തി നുറുക്കി. തൊഴുന്നവരുടെ ശിഷ്യർക്ക് തൊഴുന്നവരുടെ ശിഷ്യർക്ക് ദൈവമക്കൾ അവരുടെ ഇരുവിടത്തിൽ എഴുന്നേറ്റ് നിൽക്കുക. ആ സമയത്ത് ഇവിടെ പാട്ടുപാടും. ദൈവദാസന്മാർ നിങ്ങളുടെ പക്കൽ ആ അപ്പം കൊണ്ടുവരുമ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള ഒരു പീസ് നിങ്ങളുടെ കരങ്ങളിൽ എടുത്തു വെച്ച് എല്ലാവരുടെയും കരങ്ങളിൽ അപ്പം എത്തിയ ശേഷം നമുക്ക് ഒരുമിച്ച് സ്തോത്രം പറഞ്ഞ് ഭക്ഷിക്കുവാനാണ് ആഗ്രഹിക്കുന്നത്.
ദൈവമക്കൾക്കാർക്കെങ്കിലും ഈ അപ്പം ലഭിക്കാനുണ്ടെങ്കിൽ നിങ്ങളുടെ കരങ്ങളെ ഉയർത്താം. എല്ലാവർക്കും ലഭിച്ചു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. സ്തോത്രം പറഞ്ഞ് നമുക്ക് ഈ അപ്പം ഭക്ഷിക്കാം. എല്ലാവർക്കും ഇരിക്കാം. ഹല്ലേലൂയ. അവൾ തന്നെ അവൻ പാനപാത്രം എടുത്ത് ഇത് നിങ്ങൾക്ക് വേണ്ടി ചൊരിയപ്പെടുന്ന പുതിയ നിയമത്തിലെ രക്തം, നിങ്ങൾ കൂടി ഒരു കൊടുക്കുകയും എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യും. നമുക്ക് പ്രാർത്ഥിക്കാൻ ഈ വീടിനെ ഇവരിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. പരിശുദ്ധനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവേ, അവിടുത്തെ കാൽവറി മരണത്തിന്റെ ഓർമ്മയ്ക്കായി ഞങ്ങളെ സ്തുതിക്കുന്നു. കാൽവറിയിൽ അവിടുത്തെ അവസാനങ്ങളുടെ രക്തം ഞങ്ങളുടെ വീണ്ടെടുപ്പിനായി തന്നതിനാൽ നന്ദിയോടെ സ്തോത്രം. സഹോദരൻ ചവപ്പഴി കാണാതെ നീക്കും ജീവിച്ചിരിക്കണം വീണ്ടെടുപ്പാനോ ദൈവത്തിലെ വീണ്ടെടുപ്പ് ഏർപ്പെടുവാനോ ആർക്കും കഴിയില്ല. അവരുടെ പ്രാണന്റെ വീണ്ടെടുപ്പ് വിലയേറിയെന്ന് പറഞ്ഞായ പ്രാണൻ മാറി നിന്നപ്പോ ഇതാ ഞാൻ വരുന്ന പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന പ്രകാരം കാൽവറിയിലൂടെ അവസാനങ്ങളുടെ രക്തവും ഞങ്ങൾക്ക് വേണ്ടി ചിന്തിയ ഓർമ്മയ്ക്കായി സ്തോത്രം. അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും ഞങ്ങളെ ശുദ്ധീകരിക്കുന്നു. അവരവനെ കുഞ്ഞാടിന്റെ രക്തം ഹേതുവായി സാത്താനെ ജയിച്ചു എന്ന് ഞങ്ങൾ വായിക്കുന്നു. ഈ രക്തത്താൽ ഞങ്ങൾ ശുദ്ധീകരിക്കപ്പെടുവാനിടയാകണം. അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ഞങ്ങൾക്ക് അനുഗ്രഹിച്ചു നൽകണം. തന്നെ മഹത്വപ്പെടുത്തണം. യേശുവിന്റെ നാമത്തിൽ തന്നെ. സർവപാപ
ആർക്കെങ്കിലും ഇനി ഒരുമിക്കാതെ പോയെങ്കിൽ കരങ്ങളെ ഉയർത്തിയാൽ നിങ്ങൾ ഇരിക്കുന്ന ഇപ്പോഴത്തെ സമയത്തേക്ക് ദൈവാസം കടന്നു വരും. ഇല്ല, കർത്താവ് ഒരുപാട് ആസ്വദിക്കാൻ വേണ്ടി നിങ്ങൾ നമ്മളെനിക്ക് ദൈവം വിമർശിച്ചാണ്. ഇന്ന് നിന്ന് കഴിയില്ലായും ഇന്ന് കർത്താവ് കഴിയാതെ ഇന്ന് ശുശ്രൂഷയ്ക്ക് പങ്കുകൊള്ളാൻ കഴിയാതെ പോയാൽ അത് നിരാശയും കാരണമായി തീരാറുണ്ട്. ആഗ്രഹിക്കുന്ന ആളുകൾ നിങ്ങൾ ലഭ്യമായി തീരുന്നത് നിങ്ങൾ തയ്യാറാണ്. ഇല്ല എങ്കിൽ കർത്താവിൻ്റെ എല്ലാ ഇനിയൊരു അവസരത്തെയും നമുക്ക് നൽകുന്നെങ്കിൽ അതിനുള്ള അവസരത്തെയും നമുക്ക് നൽകട്ടെ. ഈ പ്രത്യാശയോടെ നമുക്കായിരിക്കുമ്പോൾ ഈശ്വരോട് ദൈവകരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം. ദൈവം നമ്മളായിരിക്കുന്ന പോലെ സഹോദരന്മാർ എഴുന്നേറ്റ് സഹോദരന്മാർ സഹോദരന്മാരും എഴുന്നേറ്റ് അവരോട് തന്നെ തമ്മിലും വിശുദ്ധ സുമനത്താൽ നമുക്ക് ഇന്ന് ഒരു കാലം ഈ മകരശ്രീയിൽ സന്തോഷിക്കാം. സഹോദരന്മാർപ്പോൾ അതിനുവേണ്ടി ഗാനങ്ങൾ ആലപിക്കുമ്പോൾ നമ്മുടെ ഇരിപ്പിടം എഴുന്നേറ്റ് ദൈവനാമത്തിന് വേണ്ടി നമുക്ക് അന്യോരം നമ്മുടെ സന്തോഷം പങ്കിടാം. പൈസ Oh,
ദൈവം നോക്കി മഹിമാശുദ്ധയെ പങ്കുകൊള്ളുവാൻ ദൈവം നമുക്ക് സാവകാശം ലഭിക്കും. കഴിഞ്ഞ വർഷത്തെക്കാളുപരിയായി നാം ആഗ്രഹിച്ച ഇല്ലാത്തത് നമുക്ക് ഈ കമ്മീഷൻ കൂടുതൽ ലഭിക്കുവാനായിട്ടും ഇവിടത്തോട് പോകുമ്പോൾ പുതിയ വർഷത്തിലും അടുത്ത വർഷം 2026 നമുക്ക് ഇത്രയും തന്നെ എങ്കിലും കൺസൾട്ട് നടത്തുവാൻ വേണ്ടി നമുക്ക് അവസരം ഒരുക്കണം. അത് നിങ്ങൾ കരുതുകയും പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. ഈ ദിവസം ഒരു പ്രത്യേകതയുണ്ട്. ഇന്ത്യൻ റിപ്പബ്ലിക് ഡേ. സോ ഒരു ഫെഡറൽ സംവിധാനത്തിൻ്റെ എല്ലാ മൂല്യങ്ങളും ചോർന്നു പോകാതെ ഈ റിപ്പബ്ലിക് ദിനത്തിൽ നമ്മൾ ഇന്ന് സന്തോഷത്തോടെ മടങ്ങുവാൻ നാം റിപ്പബ്ലിക്കായി പ്രഖ്യാപിക്കണം. അതുകൊണ്ട് എല്ലാ സ്വാതന്ത്ര്യങ്ങളും എല്ലാ അനുഗ്രഹങ്ങളും 2026 നാം പ്രാർത്ഥിക്കണം. കാരണം എല്ലാവരും ഓർത്തിരിക്കാൻ സ്തുതിക്കുന്നു. ദൈവത്തോട് സഹായിക്കാൻ എത്തുന്ന അനേക ദൈവദാസന്മാരെ ഈ 24-നും 25-നുമായി ശുശ്രൂഷയ്ക്ക് വേണ്ടി വേർതിരിപ്പാൻ ദൈവദാസന്മാരെ ചുമതലപ്പെടുത്തിയവരെ അനുഗ്രഹിച്ച് ശുശ്രൂഷയ്ക്ക് പറഞ്ഞേക്കാനെത്തുന്നു. ചിലയ്ക്ക് അതിനുവേണ്ടി കരുതി വന്നിട്ടുണ്ടെന്ന് കരുതട്ടെ. ആരെങ്കിലും ആദ്യമേയും ഏതെങ്കിലും സമർപ്പണത്തിന് വേണ്ടി ശുശ്രൂഷയ്ക്ക് വേണ്ടി തയ്യാറാണെങ്കിൽ ഞങ്ങൾ ദൈവദാസന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പ്രാർത്ഥന അവസാനിക്കാൻ വേണ്ടി ആഗ്രഹിക്കണം. വിശ്വാസം പറഞ്ഞതുപോലെ അതിന് നമുക്ക് വേണ്ടി പോകും. നെക്സ്റ്റ് ആൻസർ ഈസ് ദിസ്: എന്നെ അയക്കണമേ, എന്നെ അയക്കണമേ. അടിയനില്ല സമർപ്പണത്തിന്റെ മൂല്യം ഏറ്റവും പകടമായി കാണുന്നത് ആ വാക്കിലാണ്. അങ്ങനെ ആരെങ്കിലും അതിനു വേണ്ടി ആഗ്രഹിക്കുന്നുവെങ്കിൽ അവർക്ക് ചില നിമിഷങ്ങൾ പ്രാർത്ഥനയ്ക്കായി വേദനിക്കുന്നു. ഇല്ല എങ്കിൽ ദൈവസഭയുടെ സെക്രട്ടറി ആയിരിക്കുന്ന കർത്താവദാസൻ ഇപ്പോൾ സമാപനമായി പ്രാർത്ഥിക്കും. നമ്മുടെ തലകളെ ഉണക്കി നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, സ്വർഗീയ പിതാവേ, അങ്ങയുടെ ഓമനപുത്രന്റെ നാമത്തിൽ 2025 കർത്താവേ, ഞങ്ങളുടെ പ്രധാന ചെയ്യുന്ന സഭയുടെ ജനറൽ കൺവെൻഷനായി കഴിഞ്ഞ വ്യാഴാഴ്ച മുതൽ ഞങ്ങളെ ഈ ഓഡിറ്റോറിയത്തിൽ കടന്നു വരുവാൻ കൃപ നൽകിയല്ലോ കർത്താവേ. അനുകൂലമായ ദൈവത്തിന്റെ സാന്നിധ്യം പ്രാരംഭ ദിവസം മുതൽ ഏകപക്ഷം വരെ ഞങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. അതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ദിവസങ്ങളിൽ ഈ വർഷക്കാലം ഞങ്ങൾക്ക് ദൈവവചന സന്ദേശം അറിയിക്കുവാൻ അനുഗ്രഹീതരാകുന്ന ലോകമറിയുന്ന പ്രഭാഷകരെ ദൈവം നൽകിയതിനായി സ്തോത്രം. രാത്രിയും പകലുമായി നടന്ന യോഗങ്ങളിൽ കടന്നു വന്ന് സംബന്ധിച്ച എല്ലാ ദൈവദാസന്മാരെ ഹല്ലേലൂയ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ വേലയെ സ്നേഹിച്ച് ഈ ദേശത്തിന്റെ വിവിധ ഭാഗങ്ങൾ സ്വാഭാവിക വ്യത്യാസം കൂടാതെ കഴിഞ്ഞുപോയ ദിവസങ്ങളിൽ ഈ യോഗങ്ങളിൽ നിന്ന് സംബന്ധിച്ച എല്ലാ ദൈവമക്കളെയും ദൈവദാസന്മാരെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഞങ്ങൾ സമാപനം കുറിക്കുമ്പോൾ ജയിക്കുന്ന കർത്താവിനെ കുറിച്ച് കേൾക്കുവാൻ തോന്നുന്നു. ആത്മീയ യോഗ്യന്മാരായി തീരുവാൻ കർത്താവേ നിങ്ങളെ സഹായിക്കണമേ. യേശുവിന്റെ നാമത്തിൽ കർത്താവേ, ഞങ്ങൾ കേൾക്കപ്പെട്ട വചനത്തിന്റെ ബലത്തിൽ ഞങ്ങൾ ഇവിടുന്ന് കടന്നു പോകട്ടെ. ഒരു വലിയ പ്രവർത്തനം കർത്താവിന് വേണ്ടി കാഴ്ചവെക്കുവാൻ ദൈവമേ നിങ്ങളെ സഹായിക്കണമേ. ഓരോ സ്ഥലത്തു നിന്നും ഭവനത്തിൽ നിന്നും കടന്നു വന്ന മാതാപിതാക്കൾ, എല്ലാ കുഞ്ഞുങ്ങൾ, ദൈവദാസന്മാർ എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. രോഗികളായിരിക്കുന്നവർ, ക്ഷീണിതരായിരിക്കുന്നവർ, പലതരത്തിലുള്ള പ്രയാസത്തിൽ ഭാരപ്പെടുന്ന എല്ലാവരെയും ഞങ്ങൾ ഓർക്കുന്നു. ഇന്ന് രാവിലെ സമാപന ദിവസമാണ്. ഇന്ന് ലോകം കർത്താവിന്റെ സ്വാതന്ത്ര്യ ദിനമായി ആഘോഷിക്കുന്ന ഈ സമയത്ത് കർത്താവെ, ഞങ്ങൾ ആത്മീയ സ്വാതന്ത്ര്യം പ്രാപിച്ച ഞങ്ങൾ കർത്താവെ നിന്നെ ഇന്ന് പകൽക്കാലം ഞങ്ങൾ പ്രാർത്ഥിച്ചാരംഭിച്ച സമയം മുതൽ പരിശുദ്ധാത്മാവ് ഈ യോഗത്തെ നിയന്ത്രിച്ചു കൊണ്ടിരുന്നു. കർത്താവെ, ഇതിൽ ഭാഗവാക്കായ എല്ലാ ദൈവമക്കളെയും ദൈവദാസന്മാരെയും ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവസഭയെ ദൈവം അനുഗ്രഹിക്കണമേ. ദൈവവിധത്തിൽ എത്തിക്കുന്നു. ഞങ്ങൾക്ക് കഴിവില്ല, ഞങ്ങൾക്ക് പ്രാർത്ഥനയില്ല, എന്നാൽ ഞങ്ങളുടെ കർത്താവ് പ്രാർത്ഥന, ഞങ്ങളുടെ കർത്താവ് വലിയവനാ. ഹല്ലേലൂയ. ഒരു നല്ല പ്രവർത്തനം കാഴ്ചവെക്കാൻ സഹായിക്കണമേ. ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച ഞങ്ങളുടെ നടുവിൽ വന്ന ഡോക്ടർ ബി.ടി. ജോസഫ് പാസ്റ്റർ അവരുടെ തന്റെ കുടുംബത്തെ, തന്റെ ബൈബിൾ കോളേജിന്റെ സെമിനാരിയുടെ പ്രവർത്തനങ്ങളെ, ശുശ്രൂഷകളെ അനുഗ്രഹിക്കുവാൻ ഞങ്ങൾ ഉന്നതമായി ഒരു മനസ്സോടെ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഇന്ന് പകൽക്കാലം
അതിന്റെ ചെയർമാനായി വൈസ് ചെയർമാനായി ഞങ്ങളുടെ ബോർഡിനായി ഞങ്ങളുടെ താങ്കളുടെ എല്ലാ ദൈവദാസന്മാരെ ദൈവമക്കളെ എല്ലാ പ്രിയപ്പെട്ടവരെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് പിന്തുണ നൽകുന്ന ഞങ്ങളുടെ സഭാ സെക്രട്ടറിമാരുണ്ട്, സഹവിശ്വാസികളുണ്ട്, സഭകളുണ്ട്. അവരെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇത്രത്തോളം അനുഗ്രഹിച്ചത് കർത്താവെ ശിരസ്സ് നമിച്ചുകൊണ്ട് നിന്റെ പാദത്തിൽ അമർന്നിരുന്നുകൊണ്ട് കർത്താവെ നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് സമാധാനത്തോടെ കടന്നു പോവുകയാണ്. കർത്താവ് അനുവദിച്ചാൽ നിന്റെ വരവ് താമസിച്ചാൽ 2026 നിങ്ങൾക്ക് തരാം. ഇതിനേക്കാൾ ഉപരിയായി കർത്താവിന് വേണ്ടി പ്രവർത്തിക്കാൻ നിങ്ങൾ സഹായിക്കും. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. സകലമാനവും മഹത്വവും പുകഴ്ചയുമെല്ലാം യേശു കർത്താവിന്റെ വിലയേറിയ നാമത്തിൽ താഴ്മയോടെ രക്ഷിക്കുമ്പോൾ കൃപയോടെ കേൾക്കണമേ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ